അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ടായിട്ടുള്ള മിനി ബ്ലോഗിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിൽക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ കാണുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അടിക്കൽ, തുടക്കൽ, തിരുമ്പൽ, ഇതൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയായിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ നിൽക്കൽ. എന്നാൽ പിന്നെ വിഷമവർക്ക് എടുത്ത് തിന്നും ചെയ്യാം, നമുക്കും എടുത്ത് തിന്നാലോ എന്ന് കരുതിയിട്ടാ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ തിരുമ്പി വെച്ചിരുന്നു, അതൊന്നും തോരടാനുള്ളൂ കേട്ടോ. അപ്പോൾ മിറ്റടിക്കൽ കഴിഞ്ഞതിന് ശേഷം തോരടാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പൊടി പാറൂലേ. അങ്ങനെ ഇതാ തോരടലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടിക്കലും തുറക്കലും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അല്ലാണ്ട് എത്തിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അടിക്കലും തുറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നിട്ടാ. അതും കൂടി എൻ്റെ കഴുകി നല്ലോണം എൻ്റെ സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ട് നിന്നിക്കണിട്ടാ. അപ്പോൾ അരി ഇടാൻ പറഞ്ഞാൽ അരിയിലുള്ള കല്ലും നെല്ലൊക്കെ ആയിട്ടേ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ട് പെറുക്കി സെറ്റാക്കി വെച്ചിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് കഴുകി ഇട്ടാൽ മതി. അങ്ങനെ അരിയൊക്കെ നല്ലോണം കഴുകിങ്ങാണ്ടേ കറണ്ടിൻ്റെ അടുപ്പത്താണ്ട് വെക്കില്ല. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് കിട്ടുട്ടോ. ഒരു 2-3 തിളണ്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഗ്യാസ് സ്റ്റോമൊക്കെ കണ്ട് കയറ്റി വെക്കലാണ്ട് ചെയ്യല്. പെട്ടെന്ന് ഉപയോഗം ചെയ്യും, റേഷൻ കടയിലെ അരിയല്ലേ. അങ്ങനെ അതൊക്കെ അവിടെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കിട്ടിക്കുന്ന മീൻ എന്ന് പറഞ്ഞത് കുഞ്ഞനയില ഉണ്ടാ. എന്നാൽ പിന്നെ അതങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് മുളകിട്ടും ചെയ്യുക. അതിൽ 2-3 എടുത്തും കണ്ട് നമുക്കണ്ട് പൊരിച്ചെടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചങ്ങാണ്ടേ അധികമുള്ള കാര്യങ്ങളാണ് ഈ സെറ്റാക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, ഇതൊക്കെ അങ്ങനെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അങ്ങനെ ചട്ടി കടുപ്പത്ത് വെച്ചങ്ങാണ്ടേ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊക്കെ ഒന്നുണ്ട് വയറ്റി റെഡിയാക്കി വെക്കണ്ട. എന്നിട്ട് അതിൽ വേണ്ട പുളിവെള്ളമൊക്കെ വെച്ചുങ്ങാണ്ടേ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് വെള്ളമൊക്കെ വെച്ച് പാകാക്കിങ്ങാണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിക്കേണ്ട. എന്നിട്ട് നല്ല തീ എന്ത് ചെയ്യും, ഞാൻ നല്ലോണം അങ്ങോട്ട് കുറച്ച് വെക്കൂട്ടാ. അപ്പോൾ തീ കുറച്ച് വെച്ചുങ്ങാണ്ടാണ് ഞാൻ മീൻ മുറിക്കാൻ വേണ്ടി വരല്. അപ്പോൾ കറി അവിടെ റെഡിയാവും ചെയ്യും, ഇതിൻ്റെ മീൻ മുറിക്കൽ ഇവിടെ കഴിയും ചെയ്യൂട്ടാ. അപ്പോൾ അതിന് മീനൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി കഴുകിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി പാകത്തിനായിട്ടുണ്ടാവും. എന്നാൽ പിന്നെ മുറിച്ച മീനെ വേഗം കൊണ്ടെങ്ങാണ്ട് അതിലോട്ടാണ്ട് വെച്ചെടുത്താൽ മതിയല്ലോ, അതിലോട്ടാണ്ട് ഇട്ടെടുത്താൽ മതിയല്ലോ. അങ്ങനെ മീനിൻ്റെ കറിയൊക്കെ ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, അത് തീ ഓഫ് ആക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കറിവേപ്പിലയും കൂടി ഇട്ടുങ്ങാണ്ടേ കറിയോടെ ഇറക്കി വെച്ചിങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.